സമ്പത്ത് വർദ്ധിക്കാൻ സമ്പത്ത് നമ്മുടെ വീട്ടിൽ നിന്ന് അനാവശ്യമായിട്ട് പുറത്തു പോകാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്നേഹിതരെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് അത്രമേൽ പ്രിയപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ്. സമ്പത്ത് എന്നത് ഒരു പണം മാത്രമല്ല. വീട്ടിലുള്ള സമാധാനം, സന്തോഷം, ആരോഗ്യം, എല്ലാ നല്ല ബന്ധങ്ങളും ഇവയൊക്കെയാണ് യഥാർത്ഥ സമ്പത്ത്. പക്ഷേ ചോദ്യം ഇതാണ്, സമ്പത്ത് വരാൻ എന്ത് ചെയ്യണം? വന്ന സമ്പത്ത് അനാവശ്യമായി പുറത്തു പോകാതെ എങ്ങനെ കാത്തു സൂക്ഷിക്കണം? ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് അത്രമേൽ പവർഫുള്ളായ കാര്യങ്ങളാണ്. ചില സിമ്പിൾ കാര്യങ്ങളുമാണ്. ശ്രദ്ധിച്ച് കേൾക്കൂ. ചിലവിന് മുമ്പ് ചിന്ത വളരെ അത്യാവശ്യമാണ്. പല വീടുകളിലും സമ്പത്ത് പോകുന്ന ഏറ്റവും വലിയ കാരണം എന്തെന്നാൽ വരുമാനത്തേക്കാൾ ചെലവ് കൂടുതലാവുക. നമ്മൾ ഒരു കാര്യം വാങ്ങുമ്പോൾ ചോദിക്കണം, ഇത് ശരിക്കും ആവശ്യമുള്ളതാണോ? അല്ലെങ്കിൽ ഇതൊരു നിമിഷത്തേക്ക് മാത്രമുള്ള ആഗ്രഹം മാത്രമാണോ? ഒരു ചെറിയ നോട്ട് ബുക്ക് എടുത്തിട്ട് ദിവസവും ചെലവ് കുറിച്ച് വയ്ക്കൂ. ഒരു മാസം കഴിഞ്ഞ് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എവിടെയാണ് പണം ഒഴുകിപ്പോകുന്നത് എന്ന്. നിയന്ത്രണമില്ലാത്ത ചെലവ് സമ്പത്ത് ചൂടുന്നതിന് പ്രധാന കാരണമാണ്. വരുമാനത്തിന് 1% സേവിങ്സ്. പ്രൊഫഷണൽ ഫൈനാൻസ് അഡ്വൈസർമാർ പറയുന്നത് എന്താണെന്നറിയുമോ? പേ യുവർ സെൽഫ് ഫസ്റ്റ്. അതായത് കിട്ടിയ ഉടൻ തന്നെ വരുമാനം കുറഞ്ഞത് 20% സേവ് ചെയ്യുക. സേവിങ്സ് എന്നത് ബാങ്കിൽ കിടക്കുന്നത് മാത്രമല്ല. RD, FD, മ്യൂച്വൽ ഫണ്ടുകൾ, ഗോൾഡ്, ഭൂമി. നിങ്ങൾക്ക് അനുയോജ്യമായ മാർഗം തിരഞ്ഞെടുക്കാം. ചെറിയ തുക പോലും സ്ഥിരമായി മാറ്റിവെച്ചാൽ അത് കാലക്രമേണ വലിയ സമ്പത്താകും. കടം ഒഴിവാക്കണം, പ്രത്യേകിച്ച് അനാവശ്യമായിട്ടുള്ള EMIകൾ. ഇന്നത്തെ കാലത്ത് EMI എന്നത് നമ്മളെ മാനസികമായും സാമ്പത്തികമായും പിടിച്ചിരുത്തുന്ന ഒരു കുടുക്കാണ്. അത്യാവശ്യമായ കാര്യങ്ങൾക്ക് മാത്രമേ കടമെടുക്കാവൂ. കാർ, ലോൺ, ലക്ഷറി സാധനങ്ങൾ എന്നിവയ്ക്ക് EMI എടുക്കുന്നത് പരമാവധി കുറയ്ക്കണം. കടം കൂടുമ്പോൾ സമ്പത്ത് വരില്ല. കടം കുറഞ്ഞാൽ സമാധാനം കൂടും. സമാധാനം കൂടുമ്പോൾ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും. വീട്ടിൽ ശുചിത്വവും ക്രമവും ഉണ്ടായിരിക്കണം. നമ്മുടെ പഴമക്കാർ പറഞ്ഞൊരു വാക്കുണ്ട്, ശുചിത്വമുള്ള വീട്ടിൽ ലക്ഷ്മി വാസം ചെയ്യുന്നു. ഇത് ആത്മീയമായി മാത്രം കാണേണ്ടതില്ല. ക്രമമുള്ള വീട്ടിൽ മനസ്സും ക്രമത്തിലായിരിക്കും. ക്രമമുള്ള മനസ്സ് സാമ്പത്തിക കാര്യങ്ങളിലും തെളിമ നൽകും. ആവശ്യമില്ലാത്ത വസ്തുക്കൾ നീക്കം ചെയ്യുക. വീട്ടിൽ പോസിറ്റീവ് എനർജി ഉണ്ടാക്കുക. രാവിലെ ഒരു ദീപം കത്തിക്കുക. ചെറിയൊരു പ്രാർത്ഥന. ഇതൊക്കെ മനസ്സിന് സ്ഥിരത നൽകും. സ്ഥിരതയാണ് സമ്പത്തിൻ്റെ അടിസ്ഥാനം. കഴിവുകൾ വികസിപ്പിക്കണം. സമ്പത്ത് വരുന്നത് ഭാഗ്യം കൊണ്ട് മാത്രമല്ല, കഴിവ് കൊണ്ടും വരും. ഇന്നത്തെ കാലത്ത് ഒരൊറ്റ വരുമാന മാർഗം മതിയാവില്ല. ഒരു പുതിയ സ്കിൽ പഠിക്കൂ. ഓൺലൈൻ ജോലികൾ, ചെറിയ ബിസിനസ് ആവശ്യങ്ങൾ, ഹോം മെയ്ഡ് ഉൽപ്പന്നങ്ങൾ, എന്തെങ്കിലും അധിക വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കുക. നമ്മുടെ വില ഉയരുമ്പോൾ വരുമാനവും ഉയരും. വരുമാനം ഉയർന്നാൽ അത് സമ്പത്ത് സ്വാഭാവികമായി കൂടാൻ കാരണമാകും. കുടുംബൈക്യം. ഒരു വീട്ടിൽ സമ്പത്ത് നിലനിൽക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് കുടുംബൈക്യമാണ്. നിരന്തര കലഹം ഉള്ള വീട്ടിൽ പണം നിലനിൽക്കില്ല. പരസ്പരം മനസ്സിലാക്കുക. സാമ്പത്തിക കാര്യങ്ങൾ തുറന്നു പറയുക. ഒറ്റയാൾ തീരുമാനങ്ങൾ ഒഴിവാക്കുക. കുടുംബമായി പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ സമ്പത്ത് ഇരട്ടിയാകും. സമ്പത്ത് ഒരു രാത്രിയിൽ വരുന്നതല്ല, അത് ഒരു ശീലം കൊണ്ടുണ്ടാകുന്നതാണ്. നല്ല ശീലങ്ങൾ നമ്മൾ പഠിക്കണം. ചിലവ് നിയന്ത്രണം, കടം കുറയ്ക്കൽ, ശുചിത്വം, കഴിവ് വികസനം, ഇവയാണ് സമ്പത്തിൻ്റെ 5 തൂണുകൾ. ഇന്ന് തന്നെ നിങ്ങൾ ഒരു തീരുമാനമെടുക്കൂ. എൻ്റെ വീട്ടിൽ സമ്പത്ത് വരും. വന്ന സമ്പത്ത് ഞാൻ കാത്തു സൂക്ഷിക്കും. കാരണം സ്നേഹിതരെ, സമ്പത്ത് ആദ്യം മനസ്സിലാണ് പിറക്കുന്നത്. മനസ്സിൽ പിളർന്നത് ജീവിതത്തിൽ വളരും. നിങ്ങൾക്ക് എൻ്റെ ആശയങ്ങൾ ഇഷ്ടമായെങ്കിൽ ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കാൻ മറക്കരുത് കേട്ടോ. സമ്പത്ത് നിങ്ങളുടെ വീട്ടിൽ നിറഞ്ഞൊഴുകട്ടെ. നിങ്ങൾ ഇതുപോലുള്ള വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ.